ചിങ്ങം 14 മറക്കണ്ട. അധികാരം വിളിക്കുന്നൊന്നും ഇല്ലെന്നേ, ചെറിയൊരു പരിപാടി ആയിട്ട് ആ ചടങ്ങ് കഴിയും. അപ്പം മറക്കാതെ എത്തിയേക്കണം കേട്ടോ. ശരി, ഓക്കെ. അവളോടൊന്ന് പറയണ്ടേ? ചറ്റത്തരാണ്, എന്നാലും വേണ്ട. എത്ര അന്വേഷിച്ചിട്ടാ നമ്മുടെ കൂട്ടരെ കിട്ടിയെന്ന് എനിക്കറിയാലോ. മാട്രിമോണിന്ന് പോലും ഒരെണ്ണത്തിനെ കിട്ടാനില്ല. അതുകൊണ്ട് വേണ്ട കേട്ടല്ലോ. ഹലോ ചേച്ചി, ഇതേ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കില്ലട്ടോ. ഈ മാമ എന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. എടി, എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. ഞാനെന്തായാലും നാട്ടിലേക്ക് ബസ് കയറുവാ. നീ ഒന്ന് അച്ഛനോട് പറഞ്ഞേക്കണേ. ചേച്ചിക്ക് എന്നെ അങ്ങോട്ട് പറഞ്ഞാ പോരെ, എന്നെ കൊണ്ടൊന്നും വയ്യ. ഞാൻ പറഞ്ഞ ശരിയാവില്ല, നിനക്ക് അറിയാലോ. ഒന്നാമത് എന്നെ കാണാത്തതിന്റെ വിഷമം നിന്റെ അടുത്തായിരിക്കും നേരെ ഒന്ന് തീർക്കാൻ പോന്നെ. നീ ഒന്ന് ഡീൽ ചെയ്യ്. ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് ഞാൻ തന്നെ എടുത്ത് തലയിൽ വെച്ചു. ഹലോ മാമ, എവിടെയാ? അമ്മയുടെ നായരുടെ വീട്ടിലും. അല്ല മാമ, ഫോണേ സ്വിച്ച് ഓഫ് ആയി പോയി, കറണ്ട് ഉണ്ടായിരുന്നില്ല. അല്ല, ചേച്ചി അവിടുന്ന് വണ്ടി കയറിയെന്ന് പറഞ്ഞു. മാമ ഞാൻ അവിടെ കിടന്ന് കറങ്ങണ്ട, തിരിച്ചു പോന്നോ? അയ്യോ, പണ്ടാരക്കാരൻ. എന്തുപറ്റി? ആര്? അപ്പൊ നിങ്ങളല്ലേ മനുഷ്യ അവിടെ തിരക്കി പോയത്? വന്നില്ല ഇതുവരെ. വന്നാ ഞാൻ വിളിക്കാതിരിക്കോ? അപ്പൊ നിങ്ങൾ അവളെ കണ്ടില്ലേ? ഇതെന്തു പറ്റി മനുഷ്യ നിങ്ങക്ക്? ഞാനെല്ലാത്തിനും
മാമ എന്താ ഇവിടെ? ചേച്ചി വന്നില്ലേ? വന്നില്ല അല്ലേ? മാമ സത്യമായിട്ടും ചേച്ചി പറഞ്ഞ സ്ഥലം ഞാൻ മാമന്റെ അടുത്ത് പറഞ്ഞേ. ഏകദേശം കൊച്ചിയിലെ ചേച്ചി എവിടെയാ നിൽക്കുന്നത് എനിക്കറിയാം. പോവാന്ന മാമ, ഞാൻ ഒന്ന് അവിടെ വരെ അന്വേഷിച്ചിട്ട് വരാം. സ്റ്റോർ നോക്കിയിട്ട് വരാം. ഹലോ ഹലോ, ഹോമിയോട് അച്ഛനല്ലേ? ആണെങ്കിൽ ആണെങ്കിൽ വാട്സപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നോക്കണം മിസ്റ്റർ. കണ്ടില്ലായിരുന്നു ബ്രോഡ്വേയില് വീടറിയ കാണിച്ചുതരാം. ഹലോ ആ അമ്മച്ചി ഞാനാ. നീ എന്താടാ ഇതീ വിളിച്ചേ? അതൊക്കെ പിന്നെ പറയാം. പിന്നെ വെരിഫിക്കേഷന് വേണ്ടി പോലീസുകാർ വന്നാലേ ഞാൻ ഇമിഗ്രേഷന് വേണ്ടി കൊച്ചിയിൽ വന്നേക്കണമെന്ന് പറഞ്ഞാൽ മതി. നീ ഇതെവിടെയാടാ? പോവാ, ഇനി അധികം സമയമില്ലെന്നറിയാലോ. നീ ഇങ്ങി കയറി പോരെ. ഇപ്പൊ അങ്ങോട്ട് വന്ന് സേഫ് അല്ല അമ്മച്ചി. ഞാനേ പോണതിന് തലേന്നോ അല്ലെങ്കിൽ രാവിലെ അവിടെ എത്തിക്കോളാം. അതുവരെ ഞാനൊന്നും ബാംഗ്ലൂർ പോവാം. അവിടെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നീ ഇത് എന്തുവാടാ കാണിക്കുന്നേ? ആണുങ്ങളെ പോലെ കയറി വരാൻ നോക്ക്. ഇവിടെ ആരെ കയറി വന്ന് നിന്നെ തല്ലുന്നതെന്നോ കാണാലോ. അമ്മച്ചിക്ക് അങ്ങനെ പറയാം. ഞാൻ കള്ളിന്റെ പുറത്ത് അറിയാതെ ഒന്നും തല്ലിപ്പോയതാ. മൂന്ന് ഞാൻ അറിഞ്ഞ എന്തായാലും ഞാൻ ഇന്ന് രാത്രി ബാംഗ്ലൂർ കയറും. ഞാൻ അപ്പനിത് അറിയണ്ട. വേറെ ആരാടാ നിന്റെ കൂടെ ഉള്ളേ? ആരും ഇല്ലാതെ നല്ലത്. ഞാൻ പിന്നെ വിളിക്കാം. താൻ എന്താ ഇവിടെ? അതെ, പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വന്നത്. അടുത്ത മാസം പോലും ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഇന്ന് രാത്രി ബാംഗ്ലൂർ പോകും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? 6 മാസത്തെ എഗ്രിമെന്റ് ഇല്ലേ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. താൻ ആരെയെന്ന് വെച്ചാൽ പിടിച്ച് താമസിപ്പിച്ചോ. ഞാൻ എന്തായാലും ഇന്ന് പോകും. ഞാൻ ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്നാ ഈ മാസം എല്ലാ ഫണ്ടും ഉണ്ട് ഇതിൽ. ഇനിയിപ്പോൾ തനിക്ക് വേറെ ആളെ കിട്ടിയില്ലെങ്കിൽ താൻ എന്നെ വിളിച്ചാൽ വേണ്ട വിളിക്കണ്ട. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഫണ്ട് ആരെങ്കിലും കൊടുത്തു വിട്ടോളാം. അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. അതുകൊണ്ടാ ഇനി നമ്മമ്മല്ലേ ഒരു ട്രാൻസാക്ഷനും വേണ്ട. നമ്മമ്മലെ എല്ലാ ബന്ധവും തീർന്നു. മനസ്സിലായല്ലോ? ഓക്കെ, പോട്ടെ, ബൈ. നിങ്ങളിവിടെ അടിച്ചോണ്ടിരുന്നോ കേട്ടോ. എന്താ നിന്റെ പ്രശ്നം? നിങ്ങളുടെ പുന്നാര മോനില്ലേ, ഇപ്പൊ ആലയൊക്കെ പേടിച്ചിട്ട് കൊച്ചി വിട്ടിട്ട് ബാംഗ്ലൂരിൽ പോണെന്ന്. മനുഷ്യനെ ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. ഓരോ മാരണങ്ങൾ ഓരോ ദിവസമായിട്ട് വരും. കുടുംബത്തിന്റെ പേര് കളയാനായിട്ട് കഴിവേറി. ആരാ മനസ്സിലായില്ല? ആരാന്ന്? മാമ, നമുക്ക് വീട് മാറി തോന്നുന്നു. കുറച്ചേരം ഞാൻ ചോദിക്കുന്നത് ആരാന്ന് ഒന്ന് പറയാവോ? ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാൻ ആരാന്ന്? ഇല്ല, ആരാ? ഞാൻ അവിടെ തന്തേടാ. മാമ, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇതിനെ പറ്റി. സത്യമായിട്ടും. നിന്റെ പേരെന്താടാ? ആനന്ദ്. ആനന്ദ്? ആനന്ദ് പോറ്റി. ഏതില്ലത്തെ? മേമനിലും. എന്റെ മോനെ, ഇങ്ങോട്ട് വരിക. കുട്ടി, ഇങ്ങോട്ട് വാ കുട്ടി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ അച്ഛനോട് പറയണ്ടേ? അച്ഛൻ നടത്തി തരില്ലേ? എനിക്ക് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും കെട്ടി കണ്ടാൽ മതി. അതും നമ്മുടെ കൂട്ടരെ. മോളെ മീനു, ഇപ്പോഴാ മാമനൊരു സമാധാനമായ. മോള് പോയി 2 ചായയും കെടുത്തേ. ഞാൻ എൻ്റെ മോനോടൊന്ന് സംസാരിക്കട്ടെ.
മോനും ഇല്ലത്ത് പറഞ്ഞു വേളിയുടെ കാര്യം. ഇല്ല. എന്നാ ഇപ്പൊ ഒന്നും പറയണ്ട ഈ നടന്ന കാര്യം. ഞാൻ നേരിട്ട് വന്ന് ആലോചിക്കാം ഇല്ലത്ത്. മനസ്സിലായോ? ആ. അല്ല മോന്റെ പൂണൂലെവിടെ? ഓ, ഞാനേ പല രാജ്യങ്ങളിലും ബിസിനസ് ടൂറൊക്കെ പോണോണ്ടേ ചില രാജ്യങ്ങളൊക്കെ ബാൻഡാണ്. അതുകൊണ്ട് പൂണൂലിട്ട് അവരെ ആ രാജ്യത്ത് കയറ്റൂല. മോനെ ഞാനൊരു കാര്യം പറയാം. നമ്മളെ അവഗണിക്കുന്ന ആരുടെയും ജോലി നമുക്ക് വേണ്ട. നീ നാളെ തന്നെ ജോലി രാജിവെച്ചേരെ. നിങ്ങക്ക് ജീവിക്കാനുള്ളൊക്കെ നമ്മുടെ ഇല്ലത്തുണ്ടെന്നേ. മോളെ കഴിഞ്ഞത് കഴിഞ്ഞു. നീ ചെയ്തത് തെറ്റാണെങ്കിലും ആ തെറ്റിലൊരു ശരിയുള്ളത് കൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. എന്റെ ആനന്ദ് പോറ്റുവോ. ഒരു മിനിറ്റ്. മകളെ ഒരു മിനിറ്റ്. അച്ഛൻ ചെല്ലുമോനെ. ഒരുമാതിരി മറ്റടത്തെ പരിപാടി കളിക്കരുത്. താൻ അറിയാതെ ആ ഫോട്ടോ പുറത്തു പോലെന്ന് എനിക്ക് ഉറപ്പാ. അതും എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക്. സത്യം പറയാടോ, എന്താണ് എൻ്റെ ഉദ്ദേശം? അയ്യടി നിനക്കല്ലടി ഭർത്താവുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകാക്കിയത്. കള്ളം പറയുന്നടി കള്ളി. ചുമ്മാ ഉരുണ്ട് കളിക്കലേ ആനന്ദ്. നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? നിനക്ക് നല്ല റെന്റ് കിട്ടൂല. പൊത്തം പോണ അപ്പൊ താനല്ലേ എനിക്ക് റെന്റ് തരാന്ന് പറഞ്ഞത്. അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെ ആരേതൊക്കെ അയച്ചു കൊടുക്കണത്? ഇതുപോലെ ലീക്കായി എന്റെ കർത്താ ശിവരേ. കൃഷ്ണ വിചാരിച്ച പോലെ ഒന്നും അല്ല. അവളുടെ സെലക്ഷൻ കൊള്ളാം. ആരാ? എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാന്നു? പണ്ട് വീടോ? ആ ജിജു എന്ന് പറഞ്ഞ ഇവിടെ ഇല്ലേ? വിജ അങ്ങനെ ഒരാളിവിടെ ഇല്ലല്ലോ. ഉണ്ടെന്നുള്ള ഞാൻ അറിഞ്ഞു. ഇതൊക്കെ ചോദിക്കാൻ താനാരാടോ? ആഷിർ അബ്ദുള്ള. ഞാൻ കയറി നോക്കട്ടെ അവനോട് ഉണ്ടാവും. അന്യമതസ്ഥർ കടക്കു പുറത്ത്. ഞാൻ അച്ഛനോട് വല്ലതും പറഞ്ഞോ? ഓ, എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളി എന്നെ പറഞ്ഞെല്ലാം സെറ്റ് ചെയ്തു. എന്നിന് ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അതേപോലെ ചെയ്തുകൊണ്ടിരിക്കണത്. ഇത് തനിക്ക് ബാംഗ്ലൂർ പോകണം. എന്നാ ഞാൻ പറയുന്ന കേൾക്ക്. തള്ളിയിട്ടല്ല വർഗീയത പറയട്ടാ. ഒന്നോടും പൊന്നി എല്ലാരോടും കൂടെ പറയാ. അവന്റെ ചങ്കിനെ തല്ലി ബെഡേ കയറ്റിയതാ. അവൻ എവിടെ പോയി ഓടിച്ചാലും ഞാൻ തീർക്കും കേട്ടോ. നീ ഇവിടെ ഉണ്ടായിരുന്ന താനെല്ലോടോ പറഞ്ഞ അവൻ ഇവിടെ ഇല്ലാന്ന്. എടാ പോലെ ജിജോ, നിനക്കുള്ള പരിപ്പുടയും ചെയ്യാൻ വേണ്ട. പാടാ പാടായി കേട്ടു.